പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമുടെയാക്കിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ഓരോ നാളും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയിൽ നമ്മളെ അഭിവൃദ്ധിയിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾക്ക് ഈ അഭിവൃദ്ധി എന്ന പദം നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കാത്തതുകൊണ്ട് അഭിവൃദ്ധി നമുക്ക് പ്രാപിക്കാനും കഴിയുന്നില്ല. അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നുമില്ല. നമ്മൾ അഭിവൃദ്ധിയെ തെറ്റായി മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഈ അഭിവൃദ്ധി എന്ന് പറയുന്നത് ശരിക്കും പ്രോസ്പെറിറ്റി, അതിനൊരു മലയാള പദത്തിൽ പ്രോസ്പെറിറ്റി അഭിവൃദ്ധി എന്ന് തന്നെ പറയാം. അപ്പൊ അഭിവൃദ്ധി, പ്രോസ്പർ ആകുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ വില ഉയർന്ന വാഹനമുള്ള വ്യക്തി, വളരെ വലിയ വീടുള്ള വ്യക്തി, നമ്മുടെ മനസ്സിനകത്ത് അഭിവൃദ്ധിയോട് ബന്ധപ്പെട്ട് ചില ധാരണകൾ കിടപ്പുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ് അഭിവൃദ്ധിയുള്ളവർ. അല്ലാത്തവരൊക്കെ അഭിവൃദ്ധിയിലല്ല, അല്ലെങ്കിൽ സമൃദ്ധിയിലല്ല എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട, ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് ഏതോ ചില ഘടകങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതല്ല അഭിവൃദ്ധി എന്ന് പറയുന്നത്. അഭിവൃദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന അഭിവൃദ്ധിയുടെ ഘടകങ്ങളുടെ എല്ലാം ഉറവിടത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഭിവൃദ്ധി എന്ന് മനസ്സിലാക്കുന്നത്. അഭിവൃദ്ധി എന്ന് പറയുന്നത്, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നത്തിങ് വാട്ട് യു തിങ്ക് അബൌട്ട് സംതിങ്, ബട്ട് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ സോഴ്സ് ഓഫ് ദാറ്റ് സംതിങ് ഈസ് ദ റിയൽ പ്രോസ്പെറിറ്റി. ദാറ്റ് മീൻസ്, അതായത് നിങ്ങൾ അഭിവൃദ്ധി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ, ആ വിഷയങ്ങളെല്ലാം ഉറവിടത്തോട് നമ്മൾ കണക്റ്റ് ആകുന്നതാണ് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പരിമിതികളില്ലാത്ത സോഴ്സാണ്, പരിമിതികൾ ഇല്ലാത്ത സോഴ്സാണ്. ആ സോഴ്സിൽ നിന്ന് വരുന്ന റിസോഴ്സസ് ഇസ് അൺലിമിറ്റഡ്. നമ്മൾ പലപ്പോഴും റിസോഴ്സസെയാണ് പ്രോസ്പെറിറ്റി ആയിട്ട് കാണുന്നത്. റിസോഴ്സസ് ആർ പ്രൊവിഷൻസ്, ബട്ട് സോഴ്സ് ഈസ് ദ പ്രോസ്പെറിറ്റി. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ചിന്താധാരകളെ മാറ്റിമറിക്കത്തക്കവണ്ണം ഈ പ്രോസ്പെറിറ്റിയെ കുറിച്ചുള്ള അറിവ്, ആ സോഴ്സിലേക്കുള്ള ആ ഒരു നോട്ടം, ആശ്രയം, അത് നമ്മുടെ ലൈഫിനെ മാറ്റി നമ്മൾ ഒന്നിനും കുറവില്ലാത്ത ഒരു ജീവിതാനുഭവത്തെ തരാൻ കർത്താവിന് കഴിയും. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, വിശ്വാസം എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിശ്വസിച്ചാൽ മാത്രം മതി. യെസ്, അതായത് പ്രിയപ്പെട്ട, വിശ്വാസം ശക്തമാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലല്ല, വിശ്വാസത്താൽ മാത്രമല്ല എന്ന് പറയുന്നതാണ് കറക്റ്റ്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ രണ്ടും വേണം. രക്ഷിക്കപ്പെടാനായിട്ട് വിശ്വാസം മാത്രമല്ല ഘടകം, കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അപ്പൊ സാൽവേഷൻ പൂർത്തിയാകുന്നത് വിശ്വാസത്താലാണ്. പക്ഷെ കൃപയില്ലെങ്കിൽ വിശ്വാസം പൂർണ്ണമല്ല. കൃപയാൽ ആണ് നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം മാത്രമാണ് രക്ഷയുടെ ആധാരമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക അല്ല. ഞാൻ വിശ്വസിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ നല്ല സാക്ഷ്യം പ്രാപിച്ചവർ, അവരെല്ലാം നല്ല സാക്ഷ്യം ലഭിച്ചവർ. അതായത് നമുക്കറിയാം, മോശയെ കുറിച്ച് ലഭിച്ചത് നല്ല സാക്ഷ്യം, സൗമ്യനായ മനുഷ്യൻ. യോബിനെ കുറിച്ച് ദോഷം വിട്ടാകലുന്നവൻ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. നല്ല സാക്ഷ്യങ്ങളാണ് ഇവർക്കൊക്കെ, അല്ലേ? ദാവീദ് ഹൃദയപ്രകാരമുള്ളവൻ, നല്ല സാക്ഷ്യം ലഭിച്ചു. പക്ഷേ അവർ നല്ല സാക്ഷ്യം ലഭിച്ചവരായിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവരെത്തിയില്ല. വാഗ്ദത്തം പ്രാപിച്ചു, വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിലേക്ക് അവരെത്തി. പക്ഷേ
40-ാം വാക്യം പറഞ്ഞു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നത് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് ആദ്യം പറയുമ്പോൾ, രണ്ടാമത്തെ വാക്യത്തിൽ 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. അപ്പൊ നാം ആരാണ്? അവരെല്ലാം വിശ്വസിച്ചവരാണ്, പക്ഷെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അവരെത്തിയില്ല. കാരണം രക്ഷിക്കപ്പെടാനുള്ള വില കൊടുത്തില്ലായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നപ്പോ, യേശു അടിക്കപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെടുവാൻ, അതായത് ദൈവമാകുന്ന സോഴ്സിനോട് നാം കണക്ട് ചെയ്യപ്പെടാനുള്ള വില ക്രൂശിൽ യേശു നൽകി. അപ്പോൾ വിശ്വാസം അത് എന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. പക്ഷെ രക്ഷയുടെ പൂർണ്ണത വന്നത് യേശുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്തിലെ വിശ്വാസമാണ് എനിക്ക് രക്ഷയുടെ പൂർണ്ണത കൊണ്ടുവന്നത്. അപ്പൊ എന്റെ ജീവിതത്തിനകത്ത് രക്ഷയുടെ പൂർണ്ണത, അതായത് the wholeness, the fullness of salvation ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ത്രൂ മൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലെ വിശ്വാസം. അതായത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, പുനരുത്ഥാനം ചെയ്തു, ഇന്ന് ജീവിക്കും. യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും യഹൂദന്മാർക്കൊരു പ്രത്യേകത കൊടുത്തു. അവരുടെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവരെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ബോധ്യം അവർക്ക് ലഭിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എനിക്കൊരു ബോധ്യം കൊണ്ടുവന്നു. ഞാൻ മരണത്തെ ജയിച്ചിരിക്കുക. എങ്ങനെ? ആദാം അനുസരണക്കേട് കാണിച്ച് മരണത്തെ കൈവരിച്ചപ്പോ, മരണത്തിന് വിധേയപ്പെട്ടപ്പോ, മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പുനരുത്ഥാനം, അതായത് മരണത്തെ ഞാൻ ജയിച്ചു എന്ന ബോധ്യം. ഇപ്പൊ എനിക്ക് ഐ ആം നോട്ട് ലിമിറ്റഡ്. ഞാൻ പരിമിതികളുടെ അകത്തല്ല. ബിക്കോസ് resurrected spirit, resurrected Christ is in me. പുനരുത്ഥാനം ചെയ്തവൻ എൻ്റെ അടുത്ത് വസിക്കും. പുനരുത്ഥാനം ചെയ്തവൻ എൻ്റെ ഉള്ളിൽ വസിക്കും. ആ പുനരുത്ഥാനം ചെയ്ത കർത്താവ് എൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. ഐ ആം നോട്ട് ലിമിറ്റഡ്. ഈ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി, സമൃദ്ധി, ആ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്താനായിട്ട്, ആ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിയുമ്പോൾ സമൃദ്ധി അസാധാരണമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാം. അസാധാരണമായ നിലയിൽ നമ്മൾ വെളിപ്പെടാം. അതായത് ഇതൊരു വെറും കഥയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആകമാനമായ നിലവാരത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ടീച്ചിങ്. ഇവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ധനം ഉണ്ടായിരുന്നു. ധനമാണ് പ്രോസ്പെറിറ്റി എങ്കിൽ അബ്രഹാം പ്രോസ്പർ ആയിരുന്നു. പക്ഷേ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അപ്പൊ അബ്രഹാം വിശ്വസിച്ചു. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവിടെ. വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല, രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. ഈ രണ്ട് മേഖലയിൽ പരിമിതിപ്പെട്ടവരായിരുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം സകലവിധ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ജീവിക്കുന്നെങ്കിൽ ഒരു ടൈം വെച്ചുള്ള, ഒരു കാലഘട്ടങ്ങൾ വെച്ചുള്ള നിറവല്ല നിങ്ങളിൽ വരാൻ പോകുന്നത്. ഒരു സമയത്ത് അസാധാരണമായ സമൃദ്ധി, അത് കഴിയുമ്പോൾ താഴേക്ക് പോകും. അത് കഴിയുമ്പോൾ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യവും പ്രയാസവും പ്രതികൂലവും കട്ടതയും പട്ടിണിയായിട്ട് തകർന്ന് ഒരു കാലത്ത് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ തള്ളി നിൽക്കുന്നു. എന്നാൽ അതിനപ്പുറത്ത് ആമേൻ, ഓരോ നാളും ആരംഭ നാളുകളെക്കാൾ കൂടുതൽ അഭിവൃദ്ധിയോടെ, ആരംഭ നാളുകളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയോടെ, ഔന്നത്യത്തോടെ, മഹത്വത്തോടെ, പ്രോസ്പറായിട്ട്, സമൃദ്ധി പ്രാപിച്ചവരായി, സന്തോഷം പ്രാപിച്ചവരായി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കുന്നത്. നിങ്ങളുടെ ആരംഭം എങ്ങനെയായിരുന്നു എന്നതിനേക്കാൾ നിങ്ങൾ പര്യവസാനിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എൻഡ് ചെയ്യുന്നത് വിജയകരമാണോ എന്നുള്ളതാണ്.
ചിലപ്പോൾ ജീവിതത്തിനകത്ത് ആരംഭത്തിൽ പരാജയങ്ങളുടെ പടുകുഴി കടന്നവരായിരിക്കും. പക്ഷെ ക്രിസ്തുവിലെ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം, അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നടത്തുന്നതാണ്. അതായത് പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ കൃപയാലാണ് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ അഭിവൃദ്ധിയുടെ കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണ പുനരുത്ഥാനമാണ്. 2 വാക്യങ്ങളെ അതിന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 8-9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ നമുക്ക് ചോദിച്ചേക്കാം, പൗലോസ് അങ്ങനെ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ് അറിവെന്റെ. എന്നാൽ ഞാൻ പറയാം, പൗലോസ് സമ്പന്നനായിരുന്നോ ഇല്ലയോ എന്ന് ചോദ്യം ചെയ്ത് അതിന്റെ ആൻസർ പഠിക്കാനായിട്ടല്ല ഈ വാക്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും ഈ തിരിച്ചറിവോടുകൂടി യേശു ക്രൂശിൽ മരിച്ചത് എന്റെ ജീവിതത്തിനകത്തുള്ള ദാരിദ്ര്യത്തിൽ ഞാൻ പുറത്തു വന്ന് സമൃദ്ധിയിൽ വാഴുവാനാണ് അവൻ മരിച്ചതെന്നുള്ള ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടായിട്ട് അതിനെ അനുഭവിക്കാനായിട്ടാണ് ഈ വാക്യത്തിൽ എഴുതി വെച്ചത്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ ധാരാളം കാണും. അങ്ങനെയാണെങ്കിൽ ഇന്ന ആളുകൾക്ക് ദാരിദ്ര്യത്തിലായിരുന്നല്ലോ, ഇന്ന വിശുദ്ധന്മാർ ഇന്ന ആളുകൾക്ക് വലിയ പ്രയാസത്തിൽ കൂടെ പോയവരാണല്ലോ. നിങ്ങൾ അവരുടെ ചരിത്രം പഠിക്കുകയും പലരുടെ ചരിത്രം പഠിച്ച് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാനാണെങ്കിൽ അവർക്കുള്ളതല്ലിത്. പക്ഷെ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, യേശു ക്രൂശിൽ മരിച്ചപ്പോ ദരിദ്രനായിട്ട് ഒന്നുമില്ലാത്തവനായവൻ മരിച്ചത് അതെനിക്ക് വേണ്ടിയിട്ട്, ഞാൻ പ്രോസ്പർ ആകാനായിട്ട്, ഞാൻ എല്ലാ സമൃദ്ധിയിലും വാഴാനായിട്ട്. അപ്പൊ ആ ഒരു ബോധ്യം അവിടെയാണ് നമുക്ക് എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില്, എഫേസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിലാണല്ലോ വിശ്വാസത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നതായ ആ അധ്യായത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തമായി പറയുന്ന അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ. അപ്പോ എന്താണ് സംഭവിച്ചത്? അതിക്രമത്താൽ മരിച്ചവർ, ആദാമ്യ പാരമ്പര്യത്തിൽ ജനിച്ചവർ അതിക്രമത്താൽ മരിച്ചിരുന്നവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. എന്താണ് ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിൽ ആദാമിന്റെ പാപത്താൽ ലോകത്തെ മുഴുവൻ പാപത്തിൽ അടച്ചു കളഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്താൽ ഹല്ലേലൂയ ലോകത്തെ മുഴുവൻ ഉയർപ്പിച്ചു. ലോകത്തിന്റെ മുഴുവൻ ഉയർപ്പിനെ സാധ്യമാക്കി, മരണത്തിന് മേലുള്ള വാഴ്ചയെ സാധ്യമാക്കി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ. എന്നാൽ അടുത്ത 6-ാം വാക്യം, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. അവിടെ വളരെ വ്യക്തമായി പറയുന്നത് സ്വർഗത്തിലിരുത്തി. നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ ആ വാക്ക് ഒരു സ്ഥലമായി കാണുന്നത് നിശ്ചയമായിട്ടും നമുക്ക് നിത്യതയുണ്ട്, നിത്യമായ കർത്താവിന് കൂടി ഒരു വാഴ്ചയുണ്ട്, അത് നിശ്ചയമാണ്. എന്നാൽ ഈ വാക്യത്തെ സ്വർഗം എന്ന് പറയുമ്പോൾ ആ ഒരു മരണാനന്തരമുള്ള ജീവിതത്തോട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കാതെ ഇവിടെ പറയുന്നത് അതിക്രമങ്ങളെ മരിച്ചു 7-ാം വാക്യം, ക്രിസ്തു യേശു അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അത് ഇരുത്തുമെന്നല്ല, ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലാ പറഞ്ഞത്, ഇരുത്തി. എന്താണ് സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മള് ചില കാര്യങ്ങളെ സമൃദ്ധിയോടെയും നന്മയോടെയും അതിന്റെ പോസിറ്റീവ് സെൻസിൽ നമ്മൾ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് സ്വർഗതുല്യമാണത്. സ്വർഗതുല്യം എന്താണ്? സ്വർഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നിനും കുറവില്ലാത്തൊരു സ്ഥലം,
സ്വർഗം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശു രാജാവ്, യേശു ക്രിസ്തു രാജാവായി വാഴുന്ന സ്ഥലം. സ്വർഗം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മമണ്ഡലത്തിലെ സകല സമൃദ്ധിയും അനുഭവിക്കുന്ന സ്ഥലം. സ്വർഗം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ വാഴ്ചയുടെ കേന്ദ്രം, ദൈവത്തിന്റെ വാഴ്ചയുടെ സ്ഥലം, ദൈവവും ദൈവമക്കളും ഒരുമിച്ച് സന്തോഷിക്കുന്ന ആ ദൈവികമായ ഭാവത്തിൽ മക്കൾ, ദൈവജനം ഒരുമിച്ച് വാഴുന്ന സ്ഥലം സ്വർഗം. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ, ഒന്നിനും കുറവില്ലാത്ത, ഒരു നന്മയ്ക്ക് അവിടെ കുറവ് പറയാം. അഭിവൃദ്ധിക്ക് അഭിവൃദ്ധിയുണ്ട്, ജയത്തിന് ജയമുണ്ട്, സ്വസ്ഥതയ്ക്ക് സ്വസ്ഥതയുണ്ട്. ആമേൻ. സകലതും അവിടെ ധാരാളമായി നൽകപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, സ്വർഗത്തിൽ. അപ്പൊ നമ്മൾ പറയുന്നത് ആമേൻ, അവിടെ സ്വർഗം എന്ന് പറയുമ്പോൾ മരിച്ചു പുനരുത്ഥാനം ചെയ്ത് നമ്മൾ എത്തുന്ന സ്ഥലം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യേശുവിനോടുകൂടെ നമ്മൾ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാത്ത ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ സാധ്യമല്ല. ആദ്യത്തെ പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ റോമാലേഖനം 6 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 6 അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ. അപ്പൊ ഇവിടെ സ്നാനം എങ്ങനെയാണ്, ഏതു പ്രായത്തിലാണ് സ്നാനം എടുക്കേണ്ടത്, ഈ വിഷയത്തിലേക്കൊന്നും ഞാൻ ഈ ഭാഗത്തിൽ പ്രവേശിക്കുന്നു. പക്ഷേ എന്താണ് സ്നാനം? ഒരുവൻ യേശുക്രിസ്തുവിനെ ഹൃദയപൂർവം സ്വീകരിച്ച്, ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുന്ന അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട 2 വാക്യങ്ങൾ ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും. എന്നാൽ മർക്കോസ് 16 പറയുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ഒരു വ്യക്തി സ്നാനപ്പെട്ടപ്പോ ആ വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിനോടാണ് ചേർന്നത്. അപ്പോ സ്നാനപ്പെട്ടതിനകത്ത് വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, എന്നാൽ ക്രിസ്തുവിനോട് ചേരുന്ന മനോഭാവത്തോടെ അല്ല എങ്കിൽ ആ സ്നാനമല്ല, സ്നാനം പരിപൂർണമല്ല. അതായത് ആ വാക്കായിരിക്കും കുറച്ചുകൂടി ശരി. അപ്പൊ ആ സ്നാനത്തിന്റെ പരിപൂർണത വരുന്നത് മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക, ക്രിസ്തുവിനോട് ചേരുക. സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറയുമ്പോഴും സ്നാനം എന്ന് പറയുന്ന പ്രക്രിയയിലല്ല നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ സമർപ്പണത്താൽ, അനുസരണത്താൽ, സബ്മിഷനാലാണ് നിങ്ങൾ യേശുവിനോട് ചേർന്നത്. അങ്ങനെ യേശുവിനോട് ചേർന്നവരെ കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. 5-ാം വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളികളായിട്ട് നമ്മൾ മാറും. അപ്പൊ ആ യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ, യേശുവിനോടുള്ള സ്നേഹബന്ധത്താൽ നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്തിരിക്കുക. അങ്ങനെ പുനരുത്ഥാനം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരായ നമ്മള് ഹല്ലേലൂയ. ആമേൻ. അതായത് പുനരുത്ഥാനം ചെയ്തു. അതായത് നമ്മൾ അവിടെ ചോദിച്ചേക്കാം, പുനരുത്ഥാനം ചെയ്തോ? 9-ാം വാക്യം റോമർ 6:9 ഞാൻ വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അപ്പൊ അതായത് ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അതിനുശേഷം എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അതായത് അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്ന ദൈവത്തിന് എന്നേക്കും ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പൊ പുനരുത്ഥാനം ഇനി നടക്കാൻ പോകുന്ന കാര്യമാണോ? നമ്മള് ഈ 7-ാം വാക്യം വായിക്കുമ്പോൾ 8-ാം വാക്യം വായിക്കുമ്പോഴും ഒക്കെ ജീവിക്കും പാസ്റ്റിൽ പറയുന്ന പോലെയാണ്, വരുന്ന കാലവും ഭാവി കാലത്ത് സംഭവിക്കുന്നത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നാൽ 11-ാം വാക്യം വായിച്ചു നോക്കി, അവണ്ണം നിങ്ങളും പാപസമത മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും ഇനി നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ ജീവിക്കുന്നു. ഗലാത്യർ 2:20 പറഞ്ഞ യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പോ അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞു? പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ആ പുനരുത്ഥാനത്തിൽ നിങ്ങൾ ആലോചി, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവിടെ ആ പുനരുത്ഥാനം സംഭവിച്ചു എങ്കിൽ ഈ പുനരുത്ഥാനത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ തന്നെ എണ്ണുവിനെന്നാണ് പറയുന്നത്. അവണ്ണം നിങ്ങൾ പാപസമ്മതമായി മരിച്ചവരെന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇനി വലിയ എന്തൊക്കെയോ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെന്ന് തിരിച്ചറിയുക. അപ്പൊ അങ്ങനെ പുനരുത്ഥാനം ചെയ്തവരാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവുള്ള സ്ഥലത്താണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന ആ തിരിച്ചറിവിന്റെ അടയാളമായിട്ട്, ആകയാൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അപ്പൊ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, സംഭവിച്ചു കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിൽ ഹല്ലേലൂയ, എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ സമൃദ്ധി എന്ന് പറയുന്നത്? നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകേണ്ട ഒരു മാറ്റമാണ്, നിങ്ങളുടെ ചിന്താഗതിയിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ്, നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ്. എന്ത് മാറ്റമാണ്? ഞാൻ യേശുവിന്റെ കൂടെ മരിച്ചു, യേശുവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ യേശുവിന്റെ കൂടെ ജീവിക്കുന്നു. യേശുവിന്റെ കൂടെ മരിച്ചു, യേശുവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സമൃദ്ധി. അപ്പൊ ഈ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്താനായിട്ട്, സമൃദ്ധിയിലേക്ക് നിങ്ങളായിത്തീരാനായിട്ട് നിങ്ങൾ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്ത്, സമർപ്പണം ചെയ്ത്, നേർച്ച കാഴ്ചകളിട്ട്, ഓടി, അധ്വാനിച്ച്, തകർന്ന്, ഞെരുങ്ങി, സ്ട്രെസ് എടുത്ത് അല്ല, നിങ്ങൾ ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ്. നിങ്ങളെ ഒന്നിനും കുറവില്ലാത്തൊരു പൊസിഷനിലാണ് നിങ്ങൾ. Because you are with Christ, you are in Christ, Christ is in you. ക്രിസ്തു നിങ്ങളിലാണ്, നിങ്ങൾ ക്രിസ്തുവിലാണ്. അവിടെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പരിമിതി? അവിടെ എന്തിനാണ് കുറവ്? ഉയർത്തെഴുന്നേറ്റ്, അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലോ. പുനരുത്ഥാനം പ്രാപിക്കും എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അതിന് നടക്കാൻ പോകുന്ന കാര്യമല്ലേ, ആ സംഭവിച്ച കാര്യമല്ലല്ലോ. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. റോമർ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഏകീഭവിക്കും എന്നാണല്ലോ, സംഭവിക്കും എന്നാണല്ലോ. പക്ഷെ അതിന്റെ 11-ാം വാക്യം എഴുതിയിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾ ഉയർത്തു, അവനിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന നിങ്ങളിൽ എന്താണ് ഉണ്ടാകേണ്ടത്? കൊലോസ്യ ലേഖനത്തില് 3:1 വളരെ വ്യക്തമായിട്ട്, കൊലോസ്യർ 3:1 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. നിങ്ങൾ മറഞ്ഞിരിക്കുക, ദൈവത്തിൽ മറഞ്ഞിരിക്കുക. യു ആർ റിസറക്റ്റഡ്. നിങ്ങൾ പുനരുത്ഥാനം ചെയ്തവരാണ്. ഈ പുനരുത്ഥാനം, അതായത് ഈ സ്വർഗത്തിൽ വാഴുന്നൊരവസ്ഥയിൽ, സ്വർഗത്തിലാകുന്ന അവസ്ഥ, അത് മരിച്ചു കഴിഞ്ഞെത്തുന്ന സ്ഥലമല്ല. വിശ്വാസത്താൽ നിങ്ങൾ യേശുവിന്റെ കൂടെ ചേർന്നപ്പോൾ, ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തെ മനോഹരമാക്കുന്നത് എന്താ? ക്രിസ്തു അല്ലാതെ മറ്റെന്താ? സ്വർഗത്തെ മനോഹരമാക്കുന്നത് ദൈവമല്ലാതെ മറ്റാരാ? അവിടുത്തെ പളുങ്ക് നദിയാണോ? അവിടുത്തെ മനോഹരമായ മതിലോ കെട്ടിടങ്ങളോ വല്ലതും ആണോ? അല്ല, ദൈവമാണ്. ഞാൻ വസിക്കുന്ന മനോഹരമായ കെട്ടിടം, that is in Christ. I am in Christ. അതിന്റെ മനോഹരമായ കെട്ടിടം ഏതാ പ്രിയപ്പെട്ടത്? നമ്മള് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവൻ അല്ലെ, നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവൻ. ആ ദൈവത്തിലല്ലേ, നമ്മൾ കർത്താവിലല്ലേ മറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ട, നമ്മള് ഈ സമൃദ്ധി, നിങ്ങളുടെ ഹൃദയം ഒന്ന് സമൃദ്ധിയാകട്ടെ, ഹൃദയം ഒന്ന് സന്തോഷമായിട്ട് നിറയട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിയെത്തും. നിങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞു നിർത്താനായിട്ട് സമയം കിട്ടത്തില്ല. അതുപോലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. അതിന് നമ്മിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ അകത്തൊരു തിരിച്ചറിവ് ഉണ്ടാകും.
ഞാൻ ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ കൂടെ. സോഴ്സ് ഈസ് ക്രൈസ്റ്റ്. അതായത് സമൃദ്ധി എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലെ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് റിസോഴ്സസിനടുത്ത് പോയി നിൽക്കുന്നതല്ല, സോഴ്സിനോട് ചേർന്ന് വസിക്കുന്നതാണ് യഥാർത്ഥത്തിലെ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രോസ്പർ ആകാനായിട്ട്, അങ്ങനെ ആ പ്രോസ്പർ ലെവലിലേക്ക് നിങ്ങൾ കയറി ചെല്ലുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ ഓരോ എപ്പിസോഡുകളും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നിനും കുറവില്ലാത്തവർ, അതിൽ വാഴുവാൻ, വർദ്ധിക്കുവാൻ, ആ തിരിച്ചറിവിൽ, അതായത് വചനം പറയുന്ന പോലെ, പ്രിയമുള്ളവനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു, അതായത് നിന്റെ മനസ്സ്, നിന്റെ ദേഹി, നിന്റെ ചിന്തകൾ പ്രോസ്പർ ആയിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാനായിട്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവായി വിശുദ്ധീകരിക്കാനാണ്. വിശുദ്ധീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു നിങ്ങളിൽ വാഴുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുക. ഒരു നന്മയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല പ്രിയപ്പെട്ടു, വരത്തില്ല, ഒരു കാരണവശാലും വരികയില്ല. ധൈര്യത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുമ്പോൾ, കർത്താവ് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവ് ജീവിതത്തിൽ ആ സ്വർഗീയമായ അനുഭവം ക്രിസ്തുവിന്റെ കൂടെയാണെന്നുള്ള ബോധ്യത്തോട്, അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് പുനരുത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനുള്ള വിശ്വാസത്തോടെ, ഉറപ്പോടുകൂടെ എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് കർത്താവിൽ വളരുവാൻ, വർദ്ധിക്കുവാൻ, ഫലം കായ്പാൻ, പ്രയോജനപ്പെടാൻ, അനുഗ്രഹമായി തീരുവാനായിട്ട് അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അവരുടെ ദാരിദ്ര്യത്തിന്റെ, ഞെരുക്കത്തിന്റെ ആ മനോഭാവം മാറിയിട്ട് ക്രിസ്തു എന്നെ സകല സമൃദ്ധി കൊണ്ട് നിറച്ചിരിക്കുന്നുണ്ട് യഥാർത്ഥ സമൃദ്ധിയുടെ ബോധ്യം അവരുടെ ഹൃദയത്തിൽ കൊടുത്തവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തികമുള്ള സന്തോഷം, തികവുള്ള ആനന്ദം അവരുടെ ഉള്ളിലോട് പകർന്നു കൊടുക്കണം. എല്ലാ മേഖലകളിലും ജയാളികളെ വാഴുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി കർത്താവേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തതിനായിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തോടുള്ള ആ ബന്ധം, ദൈവവചനത്തോടുള്ള ആ ഒരു അടുപ്പം, കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നതായി തീരട്ടെ. ഓരോ നാളും ദൈവവചനം പഠിക്കുക, കർത്താവിൽ വളരുക, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായി തീരുമെന്നതിൽ ഒരു സംശയം. കാരണം യു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു. അവിടെയല്ല എല്ലാ സമൃദ്ധിയും ഉള്ളത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക്, നിങ്ങൾ ഇത് കേട്ടങ്ങ് വിട്ടുപോകാതെ ചിലർക്ക് ഈ ഇതൊന്നും അയച്ചു കൊടുത്തേ. ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളും വളരെ പവർഫുൾ. ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.